ഏവർക്കും ലിബർട്ടി MTVയിലേക്ക് സ്വാഗതം. ഒരു ഭരണാധിപൻ്റെ തന്മയത്വം മനസ്സിലാക്കുന്നത് തൻ്റെ ജനതയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ്. മണിപ്പൂർ കഴിഞ്ഞ 18 മാസമായിട്ട് അശാന്തമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാവുന്ന പോലെ പല ആളുകളും അതിനെക്കുറിച്ച് വ്യത്യസ്തമായ തിയറികളൊക്കെ ഫോം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പ്രദേശത്ത് പല പ്രാവശ്യം പോവുകയും അവിടുത്തെ ജനങ്ങളുമായിട്ട് ഗ്രാസ് റൂട്ട് ലെവലുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ ഇടപെടുകയും അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ പൾസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള ഈ കലാപം എന്ന് പറയുന്നത് മേത്തികളും കുക്കികളും തമ്മിലുള്ള ഗോത്രവർഗ പ്രശ്നമാണ് എന്ന് വീണ്ടും ചില മീഡിയകൾ, പ്രത്യേകിച്ച് ഗോധി മീഡിയകളൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ, സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വളരെ ശക്തമായി, പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന മേഖലകളിലൊക്കെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആയിട്ടുള്ള കാരണങ്ങൾ അവർക്കുണ്ട്. അവരുടെ പ്രചരണാർത്ഥം അത് കൂടുതൽ മൈലേജ് കിട്ടുമെന്നുള്ള രീതിയിലൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഹൈന്ദവരെ ഉന്മൂലനം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ഖേദത്തോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ കേൾക്കുന്ന ആളുകൾ ധരിക്കുന്നത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തിനാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മാത്രമല്ല, മണിപ്പൂർ ഒരു അതിർത്തി സംസ്ഥാനമാണ്. ഏതിൻ്റെ? പല രാജ്യങ്ങളുടെയും, ചൈനയുടെയും ബർമയുടെയും അതേപോലെ ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഒരു അതിർത്തി സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി സംസ്ഥാനത്തിൻ്റെ ബലഹീനതയും അവിടെ ഉണ്ടാകുന്ന ക്ഷീണവും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ക്ഷീണവും ബലഹീനതയുമാണെന്നുള്ള മറന്നു പോകരുത്. ശത്രു രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലല്ല. പല സന്ദർഭത്തിലും നമ്മളൊക്കെ സൗഹൃദം അവരുമായിട്ട് പങ്കുവെക്കാനൊക്കെ ആഗ്രഹിച്ചാലും ചില രാജ്യങ്ങളൊന്നും നമ്മളോട് സൗഹാർദ്ദപരമായിട്ടല്ല പെരുമാറുന്നതെന്നുള്ള നമുക്കറിയാം. വിശേഷിച്ച് ചൈനയുമായിട്ടൊക്കെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് നടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിർത്തി സംസ്ഥാനങ്ങളെ കൃത്യമായി പരിപാലിക്കുകയും അവിടെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഭരണാധിപന്മാരുടെ തന്മയത്വത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കഴിഞ്ഞ 18 മാസമായിട്ട് ആ വിധത്തിൽ മണിപ്പൂരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ്. ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കുക്കികളും മേത്തികളും തമ്മിലുള്ള കലുഷിതമായ ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല എന്നുള്ളത് അവിടുത്തെ റിയാലിറ്റീസ് അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വിവരണം തരുമ്പോഴാണ് കൃത്യമായ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് മോർ കമ്മ്യൂണിറ്റിയും മേത്തി കമ്മ്യൂണിറ്റിയും കൂടെയാണ്, അല്ലാതെ അത് കുക്കികളല്ല. അതാണ് അതിൻ്റെ വിരോധാഭാസം. പലപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ചത്തത് ചക്കിയാണെങ്കിൽ കീരനാണ് കൊന്നതെന്ന് നമ്മുടെ നാട്ടിലൊരു നാടൻ ഭാഷ പറയുന്ന പോലെ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരു വർഗീയത അതിനകത്ത് കലർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് മാത്രമല്ല അതിനകത്തുള്ള ആഭ്യന്തര കാര്യങ്ങൾ എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള കലാപത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിവരണങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ പല ചാനലുകളും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അതിനകത്ത് കിട്ടും. കൂടുതലായിട്ട് ഗുഡ്നസ് TVയിലും അതേപോലെ തന്നെ ഷക്കീന ചാനലിലും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മറ്റ് മീഡിയ വൺ, ഇങ്ങനെയുള്ള എല്ലാ ചാനലുകളും, മുഖ്യധാര ചാനലുകളും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള, റിപ്പോർട്ടർ ചാനലും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചകൾ നടത്തുകയും അതിനകത്ത് കൃത്യമായ വിവരണങ്ങൾ ഞാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ വിഷയമെന്ന് പറയുന്നത് ഇത് കുക്കികളും മേത്തികളും തമ്മിലാണോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഇത് ഇപ്പോൾ നടന്നിരിക്കുന്ന കലാപം കഴിഞ്ഞ മെയ് മാസം മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്, 2024. അതിന് മുമ്പ് നടന്നത് 2023 മെയ് 3-ാം തീയതി മുതലാണ് അന്നത്തെ കലാപം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാക്ട്ലി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് പുതിയ ഒരു തലത്തിലേക്ക് ഇത് എത്തുന്നത്. നമുക്കറിയാം 2023 മെയ് മാസം മുതൽ നടന്നിട്ടുള്ള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മണിപ്പൂർ മൊത്തത്തിൽ അശാന്തമായി. മണിപ്പൂർ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിനെ മൊത്തത്തിൽ അത് ബാധിച്ചു, ഇന്ത്യയെ മൊത്തത്തിൽ ബാധിച്ചു. ലോകത്തിൻ്റെ മുമ്പാകെ തന്നെ ഇന്ത്യക്ക് ഏറ്റവും ഷെയിമായിട്ടുള്ള, ഏറ്റവും നാണക്കേടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുകയുണ്ടായി. എന്നിട്ടും നമ്മുടെ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിജി അതിനെക്കുറിച്ച് കൃത്യമായ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ മുന്നോട്ട് വന്നില്ല എന്നുള്ള വലിയൊരു അപഖ്യാതി അദ്ദേഹത്തെക്കുറിച്ചുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിച്ചുകൂടാ. ഈ സമയത്ത് ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നം ജരീബാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ജില്ലയിലാണ്. ജരീബാം എന്ന് പറയുന്നത്
ജോഗ്രഫിക്കലി നമ്മൾ നോക്കിയാൽ, ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ആസാമിൻ്റെ അതിർത്തി പ്രദേശമാണ്. ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശം, അതായത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ ബാരാക്ക് വാലി എന്നൊക്കെ വിളിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലെ ഒരു ജില്ലയാണ് ഈ പറയുന്നതായിട്ടുള്ള ജെറിബാം എന്നുള്ള ജില്ല. അത് മനോഹരമായൊരു താഴ്വരയാണ്. നമ്മൾ വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഫാൽ എന്ന് പറയുന്നതായിട്ടുള്ള സമതലം പോലെ വളരെ പ്ലെയിനായിട്ടുള്ള അതേപോലത്തെ ഒരു ഏരിയയാണ് ജെറിബാം എന്ന് പറയുന്നതായിട്ടുള്ള ആ ജില്ല. അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. നമ്മുടെ ഇവിടുത്തേക്ക് ഒരു പഞ്ചായത്തിലെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ജില്ലയിൽ തന്നെ. അവിടെ വേറൊരു വാക്കിൽ പറഞ്ഞാൽ 2011 അവിടുത്തെ ജനസംഖ്യ കണക്കെന്ന് പറയുന്നത് 43,838 അംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 43,838 എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ജനങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 10 വർഷം കൂടെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം 50,000 താഴെ ജനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. അതിനകത്ത് 50%, അതായത് നേർപകുതി, ഈ ഇത്രയും പറഞ്ഞ 43,838 എന്ന് പറഞ്ഞതിൻ്റെ അന്നത്തെ പകുതി ശതമാനം ആളുകളും ബംഗാളികളാണ്. മാത്രവുമല്ല അവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മേത്തികളാണ്. അപ്പം ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്ന വേറൊരു വലിയ നുണ ഇവിടുത്തെ സംഘപരിവാർ കുടുംബങ്ങളും അതിനോട് ചേർന്നിട്ട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുള്ള ഒരു വലിയ നുണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേത്തികൾക്ക് പാർക്കുവാനായിട്ട് ഇംഫാൽ മാത്രമേ ഉള്ളൂ, അവർക്ക് മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ പരിമിതമായ സ്ഥലങ്ങളെ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും കുക്കികളും നാഗകളുമായിട്ടുള്ള ട്രൈബൽസാണ് അത് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്ഥലമില്ല, വസിക്കാനായിട്ടുള്ള ഇടമില്ലാത്തതുകൊണ്ടുള്ള കലാപങ്ങളാണ്, ഭൂമിക്ക് വേണ്ടിയുള്ള കലാപമാണ് എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. ഭൂമിക്ക് വേണ്ടിയുള്ള കലാപമാണെന്ന് ഞാൻ അന്ന് പോലെ ഇന്നും പറയുന്നുണ്ട്. ആ ഭൂമി എന്ന് പറയുന്നത് സമതലങ്ങളെക്കുറിച്ചല്ല, അത് ഹില്ലേരികളാണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, അന്ന് 2003 മുതൽ അവിടെ പഠനങ്ങൾ നടത്തിയതായിട്ടുള്ള ചില കമ്പനികൾ, ആ കമ്പനികൾ അവിടെ കൂടുതൽ വജ്രമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ കൂടുതൽ മിനറൽസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ ഗ്രീൻ സ്റ്റോൺ എന്ന് പറയുന്ന ലോകത്തിൽ വിലപിടിപ്പുള്ള ഒരു സ്റ്റോണ് അത് ഉണ്ടെന്നുള്ള കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോളിയം, ഇതെല്ലാം അവിടെ ഉള്ളതുകൊണ്ട് അത് എൻക്രോച്ച് ചെയ്യണം. ഹില്ലേരികൾ എൻക്രോച്ച് ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് കമ്പനികൾക്ക് അത് വിൽക്കാനും സമ്പത്തുണ്ടാക്കാനും കഴിയുകയുള്ളൂ എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ താല്പര്യം കൊണ്ടാണ് ഈ ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ ജോഗ്രഫിക്കലി ഈ ജെറിബാം എന്ന് പറയുന്നതായിട്ടുള്ള ജില്ലയുടെ അതിർത്തി എന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. അതുകൂടാതെ 220 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇംഫാലിൽ നിന്ന് ഈ ജെറിബാം എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. 220 കിലോമീറ്റർ. അപ്പോൾ അത് ഒരു ബോർഡർ ഏരിയ ആണെന്ന് ഓർത്തോണം. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്ത് അവിടെ പാർക്കുന്നതായിട്ടുള്ള മേത്തികളും അവിടെ പാർക്കുന്നതായിട്ടുള്ള മാർ കമ്മ്യൂണിറ്റി, HMAR, ആ മാർ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കുക്കികളുമായിട്ടല്ല. അവിടെ കുക്കികളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1.8% ഉള്ളൂ. 1.8% മാത്രമേ കുക്കികൾ അവിടെയുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുത്തെ ആ പ്രശ്നത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ മാർ ഗോത്രത്തെയും ഈ സോമി ഗോത്രത്തെയും പൊതുവിൽ കുക്കികളെന്നാണ് ഇവിടെയൊക്കെ നമ്മൾ വിളിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവർക്ക് കുക്കികളുമായിട്ടൊക്കെ ചായവുണ്ടെങ്കിലും അവരാരും തന്നെ കുക്കികളല്ല. അവർക്ക് സെപ്പറേറ്റായിട്ടുള്ള ഭാഷകളും സെപ്പറേറ്റായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. അവരുടെ ആളുകളും വേഷത്തിലും അവരുടെ സംസാരത്തിലും അതേപോലെ തന്നെ അവരുടെ രൂപത്തിലുമൊക്കെ മറ്റുള്ള കുക്കികളിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ അവിടെ ഓരോ ഗോത്രവർഗ്ഗക്കാരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടുന്നത്, ഈ തോടു ഭാഷ സംസാരിക്കുന്നവർ മാത്രമാണ് വാസ്തവത്തിൽ കുക്കികളെന്ന് പറയുന്നത്. തോടു ഭാഷ സംസാരിക്കുന്നവരാണ് കുക്കികളെന്ന് പറയുന്നത്. അപ്പോൾ അവർ മൊത്തത്തിൽ പറയുമ്പോൾ സോ കമ്മ്യൂണിറ്റി എന്ന് പറയും. മൊത്തത്തിൽ പറയുന്ന സമയത്ത് സോ കമ്മ്യൂണിറ്റി എന്ന് പറയും. പക്ഷേ അതിനകത്ത് പ്രധാനപ്പെട്ട 3 ഗോത്രങ്ങളുണ്ട്. ആ 3 ഗോത്രങ്ങളിൽ ഒന്നാണ് തോടോ ഭാഷ സംസാരിക്കുന്നതായിട്ടുള്ള കുക്കികൾ, മറ്റൊന്ന് സോമി. ഈ സോമി ഗോത്രത്തിൽപ്പെട്ട 3 സ്ത്രീകളെയാണ് അവിടെ നഗ്നരാക്കി നടത്തുകയും അതിൽ 2 പേരാണ് മൃഗമായിട്ട് ഉപദ്രവിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു സഹോദരി. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പടയാളിയുടെ
നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ഭാര്യയായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. ഈവൻ പ്രധാനമന്ത്രിജി പോലും ആ വിഷയത്തിലാണ് കൃത്യമായിട്ട് പ്രതികരിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം മിണ്ടിയിരുന്നില്ല. മറ്റൊന്ന് നമുക്കറിയാവുന്ന പോലെ ഈ മാർ ഗോത്രമാണ്. ഈ മാർ ഗോത്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ വേറെ സെക്ടറിയാണ്. അപ്പോൾ ഈ സോമി ഗോത്രത്തിൽ പ്രധാനപ്പെട്ട 2 ഗോത്രക്കാരുണ്ട്. അവരെ പെയിൻറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗോത്രം, പെയിൻറ്റ് എന്ന് പറയുന്നതും അതുപോലെ ഗാൻഡെ എൻ്റെ ഒരു സ്നേഹിത കിം കാൻറ്റെ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു MP, ഔട്ടർ മണിപ്പൂരിൽ നിന്നുണ്ടായിരുന്ന ഒരു MP, അവരെ ഇപ്പോൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഒരു പ്രൊഫസറായിരുന്നു, കോളേജിലെ പ്രൊഫസറായിരുന്നു, ഇച്ചിരി പ്രായമുള്ള സ്ത്രീയാണ്. അപ്പോൾ പുള്ളിക്കാരിയും ഞാനും കൂടെയൊക്കെയാണ് അന്ന് അവിടുത്തെ നമ്മുടെ മന്ത്രിമാരെയൊക്കെ കാണാനായിട്ടും അമിത്ഷാജിയെ കാണാനായിട്ടൊക്കെ ഡൽഹിയിൽ പോവുകയും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ കാൻറ്റെ എന്ന് പറയുന്നത് വേറൊരു കമ്മ്യൂണിറ്റിയാണ്. ഇനി ഈ 2023 കലാപത്തിൽ ഈ പ്രിയപ്പെട്ടവരാരും, അല്ലെങ്കിൽ ഈ മാർ കമ്മ്യൂണിറ്റി ആകട്ടെ, ഖാൻഡെ ആകട്ടെ, അല്ലെങ്കിൽ സോമി ഗോത്ര വിഭാഗക്കാരാകട്ടെ, അവരാരും തന്നെ ഇൻവോൾവ് ചെയ്തിരുന്നില്ല. അതിനകത്ത് പ്യുവർലി കുക്കികളും മേത്തികളുമായിരുന്നു പ്രധാന കക്ഷികളെന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഈവൻ നാഗാസും ഒത്തിരി അഫക്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റ് മൊത്തത്തിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതല്ല വിഷയം. അപ്പോൾ അന്നത്തെ ഗോത്രവർഗ്ഗക്കാർ, അതായത് കുക്കികൾ അന്ന് പാർത്തിരുന്നത് വിവിധ സ്ഥലങ്ങളായിരുന്നു. ചുരാചാൻപൂർ, അതേപോലെ വിഷ്ണുപൂർ, ഇംഫാലിൽ, അതേപോലെ ടെക്നോപോൾ, മൊറേ, ഇങ്ങനെയൊക്കെ പറയുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. അതുപോലെ കാങ്കോപ്പി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ കുക്കികളും മേത്തികളും തമ്മിലുള്ള പ്രശ്നം രൂപപ്പെട്ടത്. എന്നാൽ ഇത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അവർ മാർ കമ്മ്യൂണിറ്റി, അവർ പാർക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞായിട്ടുള്ള ബോർഡർ ഏരിയ ആയിരിക്കുന്ന ജെറിബാം എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഈ ജെറിബാമിൽ അവിടുത്തെ പോപ്പുലേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 50% ബംഗാളികളാണ്. അപ്പോൾ അവിടുത്തെ നമ്മളൊരു ഡെമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഈ മൊത്തത്തിൽ മതാടിസ്ഥാനത്തിൽ ആളുകളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദുക്കളാണ്, ഹൈന്ദവ സഹോദരങ്ങളാണ്. 48.46% ഹൈന്ദവരാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞാൽ കൂടുതലുള്ളത് 34.07% മുസ്ലിം സഹോദരങ്ങളാണ് രണ്ടാമത്തെ ഭൂരിപക്ഷമുള്ളത്. അവിടെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 13.34 ഉള്ളൂ. അപ്പോൾ അവിടെ ഈ ക്രിസ്ത്യൻസിലേക്ക് വന്നിരിക്കുന്ന എല്ലാം തന്നെ ഈ മാർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അവർ പിന്നെ അവിടെ സനാമഹിസത്തിൽ വിശ്വസിക്കുന്ന 3.77% ആളുകളുമുണ്ട്. അപ്പോൾ ഈ സനാമഹിസം അവിടെ ശക്തിപ്പെടാനായിട്ട് ഈ അടുത്ത സമയത്തൊക്കെ ഇടയായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അരമ്പായ് താങ്കോൽ രൂപീകരിക്കപ്പെട്ടതും. അത് രൂപീകരിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ശ്രീ എൻ ബീരൻ സിംഗ് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹമാണ് അതിൻ്റെ രക്ഷകർത്താവ് എന്ന് പറയുന്നത്. അപ്പം ഈ ജെറിബാമിൽ മാത്രമാണ് ഇംഫാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പ്ലെയിൻ ലാൻഡ് ഉള്ളത്. വിഷ്ണുപൂരിലുണ്ട്, പക്ഷേ അവിടെ ഹിൽ ഏരിയകളുണ്ട്. പക്ഷേ ഇവിടെ പ്ലെയിൻ ലാൻഡാണ്. അതുകൊണ്ട് തന്നെ മെയ്ത്തികളാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത്. ഈ ഗോത്രവർഗ്ഗക്കാരെ കൂടാതെ കൂടുതലുള്ളത് മെയ്ത്തികളാണ്. അവിടുത്തെ MLA എന്ന് പറയുന്ന അസബുദ്ദീൻ എന്ന് പറയുന്ന ആളുള്ള ഒരു വ്യക്തിയാണ്, മുസ്ലിം സഹോദരനാണ്. അദ്ദേഹം JDUവിൻ്റെ ആളായിട്ടാണ് മത്സരിച്ചത്. പല സ്ഥലങ്ങളിലും JDU മത്സരിച്ചെങ്കിലും 5 സ്ഥലങ്ങളിലാണ് ജയിച്ചത്. ഈ 5 പേരും ജയിച്ച 5 പേരും JDUവിൽ നിന്ന് കൂറുമാറിയിട്ട് അവർ BJPയുടെ അംഗങ്ങളായിട്ട് മാറി. അങ്ങനെ ഭരണപക്ഷത്തേക്ക് അവർ പോവുകയുണ്ടായി. അപ്പം ഈ അസബുദ്ദീൻ അടക്കമുള്ള ആളുകൾ, മുസ്ലിം സഹോദരങ്ങൾ, അതേപോലെ മെയ്ത്തികൾ, അതേപോലെ കുക്കികൾ, അതോടൊപ്പം തന്നെ നാഗാസ്, ഇവരെല്ലാവരും ഐക്യമായിട്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം രൂപീകരിക്കുന്നത്. എന്നാൽ ഈ മെയ് മാസത്തിൽ ഉണ്ടായ, ഈ വർഷം മെയ് മാസത്തിലുണ്ടായ പ്രശ്നത്തിൻ്റെ തുടക്കം ഞാനൊന്ന് നിങ്ങളോട് പറയാം. അപ്പോൾ ഈ മെയ് മാസത്തിൽ ഈ ജിരിബാം നദിയിൽ ഒരു ചീഞ്ഞളിഞ്ഞ ബോഡി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ചീഞ്ഞ ഒരു ബോഡി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് കുക്കി യുവാവിൻ്റേതായിരുന്നു. ഒരു ടീനേജ് പ്രായമുള്ള ഒരു കൊച്ചു പയ്യൻ്റെ ഒരു ബോഡിയായിരുന്നു. അപ്പം ഈ കുക്കി സഹോദരങ്ങളെല്ലാം കൂടെ ആരോപിച്ചു ഇത് ചെയ്തിരിക്കുന്ന മേത്തികളാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കൃത്യമായി നടന്നില്ല. ആരെയും അറസ്റ്റ് ചെയ്തില്ല. കൾപ്രിറ്റിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പം ആരാണ് കൊലപാതകം നടത്തിയതെന്നറിയാതെ അവർ അതിനെക്കുറിച്ച് പിന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ ഒരു ചില ആഴ്ച കഴിഞ്ഞ സമയത്ത് വേറൊരു മേത്തി സഹോദരൻ്റെ കൈയും കാലും ഛേദിച്ച നിലയിൽ ഒരു ബോഡി കിട്ടാൻ ഇടയായി. അപ്പോൾ അത് കുക്കികളാണ് ചെയ്തിരിക്കുന്നത്, അവർ റിട്രാലിയേറ്റ് ചെയ്തതാണെന്ന് മേത്തികളും ആരോപിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ പ്രദേശത്തുള്ള ആളുകളെക്കുറിച്ച് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കലാപം. അല്ലാതെ ഇംഫാലിൽ നിന്ന് ആരും അവിടെ ചെന്നിട്ടല്ല, അല്ലെങ്കിൽ ചിരാച്ചാമ്പൂരിൽ നിന്ന് ചെന്നിട്ടുമല്ല. അവിടെ ജെറീബാമിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് കൂട്ടരും ആരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ടും ആരാണിത് ചെയ്തതെന്ന് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ടും മിണ്ടാതിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം വൈകിട്ട് പെട്ടെന്ന് ആരും തന്നെ നനച്ചിരിക്കാത്ത സമയത്ത് ഒരു പറ്റം മെയ്ത്തി സഹോദരങ്ങൾ ഒരുമിച്ച് വന്ന് മാർ ഗ്രാമത്തെയും അതേപോലെ കുക്കി ഗ്രാമത്തെയും ആക്രമിക്കുന്നു. അതേ ജെറീബാം ജില്ലയിൽ തന്നെയുള്ള ഒരു ഗ്രാമത്തെ ആക്രമിക്കുന്നു. അപ്പോൾ ജനങ്ങളെല്ലാം ഓടിപ്പോയി. ജനങ്ങളെല്ലാം ഓടിപ്പോയ സമയത്ത് 3 മക്കളുള്ള ഒരു സ്ത്രീ 3 മക്കളുള്ള ഒരു സ്ത്രീ അവർക്ക് അവർ ഓടാനായിട്ട് മക്കളുമായിട്ട് ഓടിപ്പോവുകയായിരുന്നു. പക്ഷേ അവരുടെ കാലിന് വെടിയേറ്റു. അവർ വീണ് കിടന്നപ്പോൾ അവരെ വളരെ മൃഗീയമായിട്ട്, ചെറുപ്പക്കാരിയാണ്, വളരെ ചെറുപ്പമാണ്, ആ മൃഗീയമായിട്ട് അവരോട് ഇടപെടുകയും, മൃഗീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അസ്ഥികളെല്ലാം തന്നെ, ശരീരത്തിലെ എല്ലുകളെല്ലാം തന്നെ ഒടിഞ്ഞ് നുറുങ്ങിയിരുന്നു. കൂടാതെ അവരുടെ തലയോട്ടി തല്ലിപ്പൊട്ടിച്ചു, അതിന് ശേഷം കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഇത് ആ പ്രദേശത്തുള്ള മാർ കമ്മ്യൂണിറ്റിയെ വളരെയധികം വേദനിപ്പിച്ചു. അതിനകത്തുള്ള മിലിറ്റൻ്റ് ഗ്രൂപ്പായിട്ടുള്ള ചെറുപ്പക്കാർ അവരെന്ത് ചെയ്തു, അവർ നേരെ വന്ന് ഈ CRPFൻ്റെ ക്യാമ്പിന് നേരെ കല്ലെറിഞ്ഞു. അതിൻ്റെ കാരണമുണ്ട്. അവർ കല്ലെറിഞ്ഞതിന് അവർ പറയുന്ന കാരണം, അല്ലെങ്കിൽ CRPFൻ്റെ ക്യാമ്പിലേക്ക് ഉപദ്രവിച്ചതിൻ്റെ, ആക്രമണം നടത്തിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്, അവിടുത്തെ റിപ്പോർട്ടുകൾ വരുന്നത് എങ്ങനെയാണ്, ഇവരെല്ലാം ഈ മാർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെല്ലാവരും തന്നെ അവിടെ വിട്ട് അസാമിലേക്കൊക്കെ പോയതായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് മെയ് മാസം ആരംഭത്തിൽ. അപ്പം അവർ പോയി കഴിഞ്ഞപ്പോൾ CRPFൻ്റെ നേതൃത്വത്തിൽ അവരെല്ലാം മടക്കി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നോളാം, ഞങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, ആരും നിങ്ങളെ ആക്രമിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് മെസ്സേജ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും മടങ്ങി വരുന്നത്. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ CRPFൻ്റെ നേതൃത്വത്തിൽ വരുന്നതായിട്ടുള്ള കലാപക്കൂട്ടത്തെയാണ് ഇവർ കാണുന്നത്, ഈ മാർ കമ്മ്യൂണിറ്റി കാണുന്നത്. അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ആളുകളുടെ മുമ്പിൽ തന്നെ ഇവരെ വെടിവെച്ചിടുന്നു, അവരെ ഓടിക്കുന്നു, അവരെ ലൂട്ട് ചെയ്യുന്നു, അവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചെറുപ്പക്കാരെല്ലാവരും വയലൻ്റ് ആകുകയും അങ്ങനെ അവർ ഈ CRPFൻ്റെ ക്യാമ്പിലേക്ക് കല്ലെറിയുകയും ചെയ്തു. അപ്പോൾ CRPFൻ്റെ ക്യാമ്പിനെ നേരെ കല്ലെറിയുന്ന സമയത്ത് തന്നെ CRPF വളരെ കോഷ്യസ് ആയിരുന്നു. അവരെന്ത് ചെയ്തു, തിരിച്ച് വെടിവെച്ച് കഴിഞ്ഞപ്പോൾ 10 ചെറുപ്പക്കാരതിനകത്ത് കൊല്ലപ്പെട്ടു. മാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 10 പേര് കൊല്ലപ്പെട്ടു. 10 എന്നും പറയുന്നു, അതിൽ കൂടുതലുണ്ടെന്നും പറയുന്നു. പക്ഷേ 10 പേരെയാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ളത് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അത് വലിയൊരു പ്രശ്നമായി. അപ്പോൾ എന്തായി, ഇവർ റിറ്റാലിയേറ്റ് ചെയ്യാൻ വീണ്ടും തീരുമാനിച്ചു. അങ്ങനെ ഈ മാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അവർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ, മേത്തികൾ നടത്തിക്കൊണ്ടിരുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അഭയാർത്ഥി ക്യാമ്പിലേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് 6 പേരെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഹോസ്റ്റേജായിട്ട് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഹോസ്റ്റേജസായിട്ട് 6 പേരെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും ഹീനമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്ത്രീകളും 3 കുഞ്ഞുങ്ങളുമാണ്. ഏറ്റവും മൃഗീയമായ കാര്യമാണത്. 3 കുഞ്ഞുങ്ങളും 3 സ്ത്രീകളും. ആർക്കും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് മാർ കമ്മ്യൂണിറ്റിയിലെ ആ ചെറുപ്പക്കാർ ചെയ്തത്, അല്ലെങ്കിൽ അവിടുത്തെ വയലൻ്റ് ആയിട്ടുള്ള ജനത ചെയ്തത്. അത് ഹോസ്റ്റേജായിട്ട് ഇവരെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, തടവുകാരായിട്ട് കൊണ്ടുപോവുക മാത്രമല്ല, അവരെ ഉപദ്രവിക്കരുതെന്ന് കുക്കി ജനം അവരോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കുക്കികൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും ഈ കൊണ്ടുപോയിരിക്കുന്ന ഹോസ്റ്റേജസിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവർക്കൊരു പോറൽ പോലും പറ്റരുത്. എന്നോട് സംസാരിച്ചപ്പോൾ കുക്കി നേതാക്കന്മാരിൽ ചിലരെയും അതേപോലെ നാഗ നേതാക്കന്മാരിൽ ചിലരുമായിട്ടൊക്കെ ഞാനിങ്ങനെ ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ഇച്ചിരി ദേഷ്യമായിട്ട് തന്നെ സംസാരിച്ചു. വളരെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ മനുഷ്യരുടെയും തല കുമ്പിടത്തൊക്കെയാണ്. ഈവൻ ഹമാസ് പോലും ചെയ്യാത്ത കാര്യമാണ്, ലോകത്തിൽ ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ഹമാസ് പോലും ചെയ്യാത്ത ക്രൂരതയാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി, കുക്കികൾ പറഞ്ഞ മറുപടി, ഫാദറെ ഞങ്ങളും പറഞ്ഞു ഒന്നും ചെയ്യരുത്, അവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞതാണ്, ഞങ്ങളവർക്ക് താക്കീത് കൊടുത്തതാണ്, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 6 പേരുടെ ഈ കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ ജഡങ്ങൾ പിന്നീട് പുഴയിൽ കൂടെ ഒഴുകി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് അവിടുത്തെ അരമ്പായ് താങ്കോലിനെയും മേത്തി ലീപ്പുണിനെയും ചൊടിപ്പിച്ചു.
അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ വലിയ കലാപത്തിലേക്ക് കടക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർ അവിടെ NIAക്ക് ഈ എൻക്വയറി വിടണമെന്ന് പറയുന്നു. ബീരൻ സിംഗ് NIAക്ക് അത് വിടാനായിട്ട് തയ്യാറായിരിക്കുന്നു. അപ്പോൾ അവിടെ രൂക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ, കത്തിക്കലൊക്കെ എവിടെയാണ്? ഇംഫാലിലാണ്. ജെറീബാമിലുള്ള ആളുകളെല്ലാം അവർ ഈ മാർ കമ്മ്യൂണിറ്റി എല്ലാം അവർ പല സ്ഥലങ്ങളിലേക്കും കാടുകളിലേക്കൊക്കെ ഒളിച്ചോടിയിരിക്കുകയാണ്. എവിടെ പോയിരിക്കുന്നത്, എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്കറിയാവുന്ന പോലെ ഈ ആ പ്ലെയിൻ ഏരിയ കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കാടുകളാണ്, ഹിൽ ഏരിയ മുഴുവൻ കാടുകളാണ്. അപ്പോൾ അവിടേക്കൊന്നും തന്നെ ഈ പറയുന്ന പോലെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും എത്തിപ്പെടുക അത്ര എളുപ്പമല്ല. അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ പ്രദേശങ്ങളെക്കുറിച്ചുള്ള നല്ല ഗ്രാഹ്യമുള്ളൂ. ഇപ്പോൾ പറ്റിയിരിക്കുന്നത് CRPFനെ ഇറക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അവിടുത്തെ കുക്കികളും നാഗകളും അതോടൊപ്പം തന്നെ മാർ കമ്മ്യൂണിറ്റിയും ആരോപിക്കുന്നു. ഈ CRPFൻ്റെ കൺട്രോൾ മുഴുവനും തന്നെ ബീരൻ സിംഗ് ജിയുടെ കയ്യിലാണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാജി പെട്ടെന്ന് തന്നെ എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസലാക്കിയിട്ട് എല്ലാ മിലിറ്ററി ഗ്രൂപ്പിൻ്റെ എല്ലാ ഉന്നതതല സേനാധിപന്മാരുടെയൊക്കെ മീറ്റിങ്ങൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് 50 കമ്പനിയെ കൂടെ അങ്ങോട്ട് നിയമിച്ചിരിക്കുകയാണ്, സേനകളെ നിയമിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ 100 പേര് വീതം, അപ്പം 50 എന്ന് പറയുമ്പോൾ 5000 പേരെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവരുടെ നേരെ സൈന്യ നടപടികൾ വരികയും സൈന്യ നടപടികൾ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഉപദ്രവമുണ്ടാകുകയും ചെയ്യുമെന്ന് മേത്തികളാണത് ഭയപ്പെടുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം നേരത്തെ റദ്ദാക്കിയതായിട്ടുള്ള പട്ടാള ഭരണത്തിൻ്റെ അല്ലെങ്കിൽ പട്ടാള സ്വാധീനത്തിൻ്റെ ആ നിയമങ്ങളെല്ലാം മാറ്റിക്കളയണം എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. ഇതിനകത്തൊരു വലിയ കെണി കിടപ്പുണ്ട്. ആ കെണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീരൻ സിംഗ് ജി, അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹം പറയുന്നത് ഈ ഫോഴ്സിൻ്റെ എല്ലാ അധികാരം എനിക്ക് തരണം, എൻ്റെ കയ്യിൽ വേണം. എന്തിനാണ്? കുക്കികളെ നശിപ്പിക്കാൻ, ഈ മാർ കമ്മ്യൂണിറ്റിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, അവരെ പ്രഖ്യാപിത മിലിറ്റൻ്റ് ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ എല്ലാം ഇല്ലായ്മ ചെയ്യണം. അപ്പോൾ അത് വലിയൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ 18 മാസത്തിനകത്ത് നമുക്കറിയാവുന്ന പോലെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ വരെയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജനുവരി മുതൽ വളരെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം അവിടെ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെ നല്ല പീസ് അന്തരീക്ഷം പല മേഖലകളിലും കാണാനായിട്ട് സാധിച്ചു. പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം അവരവരുടെ ജോലികളിലേക്കൊക്കെ തിരിഞ്ഞു, ജോലി ചെയ്യാൻ തുടങ്ങി, ശാന്തമായിട്ടുള്ള ജീവിതം. എന്നാൽ ആളുകൾ അഭയാർത്ഥി ക്യാമ്പിലും പട്ടിണിയിലും ഒക്കെയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ യാതൊരു കുഴപ്പമില്ലാതിരുന്ന ആ സമയത്ത് ഒരു പീസ് മേക്കിംഗ് കമ്മ്യൂണിറ്റിയെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിജിയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്നുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ ഒരു പീസ് ടീമിനെ അവിടേക്ക് അയച്ച് ഇവരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ പ്രശ്നം അതോടുകൂടെ തീരുമായിരുന്നു. ഞങ്ങൾ തന്നെ ഒരു പീസ് ടീമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ കാരണം നമുക്കറിയാവുന്ന പോലെ മേഘാലയയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സാക്മയുടെ മകൻ, പഴയ സാക്മയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ജ്യേഷ്ഠ സഹോദരൻ ജെയിംസ് സാക്മ, അദ്ദേഹം ഇവിടെ വന്നിരുന്നു, എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അവരുടെ പാർട്ടിയുടെ NPPയുടെ പ്രസിഡൻറ്റ്, സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ തോമസ് മാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുക, ഞാൻ അതിൻ്റെ ചില ഫോർമുലാസൊക്കെ മുന്നോട്ട് വെച്ചു. ഇന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അവിടുത്തെ പൾസ്, എല്ലാവരുടെയും പൾസ് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് ബോധ്യമായി. അദ്ദേഹം പറഞ്ഞു, ഇത് നല്ലൊരു പ്രപ്പോസലാണ്, നമ്മളത് സർക്കാർ തലത്തിൽ തന്നെ മൂവ് ചെയ്യാം, അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കണം, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം. അങ്ങനെ സെപ്റ്റംബർ 10-ാം തീയതി ഞങ്ങൾ പോകാനായിട്ട് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. 10-ാം തീയതി രാവിലെ അവിടെ നിന്ന്, വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്, രാവിലെ അവിടെ നിന്ന് മെസ്സേജ് വരുന്നു, നമ്മുടെ പോക്ക് ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹോം മിനിസ്ട്രി അറിയിക്കുകയും, ഇദ്ദേഹത്തിന് ഈ ജെയിംസ് സാക്മയ്ക്ക് സെക്യൂരിറ്റി ഉണ്ട്, പ്രത്യേക പ്രൊട്ടക്ഷനുണ്ട്. അപ്പം അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഉള്ള വ്യക്തി ആയതുകൊണ്ട്, പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഹോം മിനിസ്ട്രിയിൽ നിന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആ യാത്രയിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അതെനിക്ക് വലിയ സങ്കടമായി.
എനിക്ക് സങ്കടം വന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അവിടുത്തെ ഈ 3 ഗ്രൂപ്പിലും നാഗാസിൻ്റെയും കുക്കികളുടെയും അതേപോലെ മേത്തികളുടെയും ലീഡേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു പോംവഴി പരിഹാരം വരുത്താനായിട്ട് അവരുമായിട്ട് തനിച്ചെന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിനോട് ആദ്യം സംസാരിക്കാനും അത് കഴിഞ്ഞിട്ട് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംസാരങ്ങളും അതിനുശേഷം ടോപ്പ് ലെവലിലെ 3 ഗ്രൂപ്പുകളിലെയും ആളുകളെ ഒരുമിച്ചിരുത്തി സംസാരിക്കാനുള്ള തീരുമാനങ്ങളും ഡേറ്റുകളുമെല്ലാം തീരുമാനിച്ചിരുന്നു, അവരെ അറിയിച്ചിരുന്നു. അവർ ആ വിധത്തിൽ അത് ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പം അത് ക്രമീകരിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം എന്നോടുള്ളൊരു ക്രെഡിബിലിറ്റി കൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റബിൾ ആയതുകൊണ്ടാണ്, ക്രെഡിബിലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്തത്. പക്ഷേ ഈ ഒരു പോക്ക് തിരസ്കരിക്കപ്പെട്ടപ്പോൾ, തടയപ്പെട്ടപ്പോൾ അതിനകത്ത് വലിയ വിഘാതം വന്നു. അതിനകത്ത് ചില പ്രൊഫസർമാരുണ്ടായിരുന്നു, ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സുണ്ട്, അതുകൂടാതെ ചർച്ച് ലീഡേഴ്സിൻ്റെ കാര്യം കൂടെയാണ് സംസാരിക്കുന്നത്. കാരണം അവിടെ ചർച്ചുമായിട്ട് റിലേറ്റഡാണ് കൂടുതൽ ആളുകളും. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ കണക്കിലെടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചർച്ച് ലീഡേഴ്സിലെ പ്രൊഫസേഴ്സായിട്ടുള്ള ചില ആളുകൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് 11-ാം തീയതി രാവിലെ എന്നെ വിളിക്കുന്നു. കാരണം 13-ാം തീയതി മുതലാണ് ഞങ്ങളുടെ പരിപാടികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അത് എന്നോട് പറഞ്ഞു, ഫാദറെ ഏതെങ്കിലും തരത്തിലൊന്ന് വാ, ഫാദർ മാത്രമേ ഉള്ളെങ്കിലും വാ, കാരണം ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായിട്ട് ഈ വിഷയത്തിൽ ആശ്രയിക്കുകയാണ്. യു ആർ ദ ലാസ്റ്റ് ബെസ്റ്റ് ഫോർ us ടു ട്രാവൽ. അപ്പോൾ ഞാൻ ചെല്ലുകയില്ല, പോകാൻ പറ്റുകയില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു വ്യക്തി വളരെ നിരാശപ്പെട്ടു. അതിനുശേഷം അവരുടെ ഈ സംഘടനയുടെയൊക്കെ സെക്രട്ടറിയൊക്കെ വളരെ സങ്കടത്തോടുകൂടാണ് എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത്, ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് അവർ പറഞ്ഞു, ഫാദറെ അന്ന് നിങ്ങൾ വന്നിരുന്നെങ്കിൽ, സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ എത്ര ജീവനെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. എനിക്ക് അതിനകത്ത് വലിയ സങ്കടമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടുകൊണ്ട്, നമ്മുടെ ഭരണകൂടം എടുക്കുന്ന സ്റ്റെപ്പുകൾ എടുക്കാത്തത് കൊണ്ട് നമ്മളെ ഭരിക്കുന്നു എന്നുള്ള വ്യാജേന സ്വയം അലങ്കൃതമായിട്ടുള്ള പണക്കൊഴുപ്പുകളും സ്വയം അലങ്കൃതമായിട്ടുള്ള അധികാരങ്ങളും ആൾക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ സമൂഹം വിളിക്കുന്ന പേരാണ് കാപാലികന്മാർ. സമൂഹം വിളിക്കുന്ന പേര്. അങ്ങനെയുള്ളൊരു കാപാലിക കൂട്ടം നമ്മളെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത് സമാധാനം പുലർത്താൻ സാധിക്കുന്നത്? വളരെ സങ്കടമുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം ഇത് ബോധപൂർവം തന്നെ ഉണ്ടായിരിക്കുന്നതാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതായിരുന്നു. കാരണം അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ ജെറീബാം എന്ന് പറയുന്ന ജില്ല അത് വളരെ ദൂരത്താണ്. ഇംഫാലിൽ നിന്ന് 220 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ ഇംഫാലിൽ നിന്ന് ആർക്കും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ പ്രശ്നം വരുന്ന സമയത്ത് അത് പ്ലെയിൻ ഏരിയയുമാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ആസാം റൈഫിൾസിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിരുന്നെങ്കിൽ അവർ അമേക്കബിളായിട്ട് അത് സെറ്റിൽ ചെയ്തേനെ. മാത്രമല്ല കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുകയും ശരിയായ വിധത്തിൽ ആരാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് കണ്ടെത്തി അതിനകത്തൊരു പരിഹാരം വരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതും വളരെ ഖേദകരമായ കാര്യമാണ്. അപ്പോൾ ഈ കലാപങ്ങൾ ഉണ്ടാക്കാനായി ചില ആളുകൾ ആസൂത്രിതമായി ഭരണകൂടത്തിൻ്റെ പക്ഷത്തു നിന്ന് തന്നെ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഒരു ജനത സ്വസ്ഥമായി കഴിയാൻ സാധിക്കുക? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. വിമർശനങ്ങളൊക്കെ നിങ്ങൾക്കാകാം, നിങ്ങൾ വിമർശിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, സത്യം ഇതാണ്. ഈ സത്യത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ എത്ര വിമർശനങ്ങൾ എൻ്റെ പേർക്ക് ഉന്നയിച്ചാലും ശരി, ഈ യാഥാർത്ഥ്യത, ഈ സത്യം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പം ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം, പ്രിയപ്പെട്ട വീരൻ സിംഗ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനെ ചലഞ്ച് ചെയ്തിട്ട് ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും അധികാരത്തിന് കീഴിലിരിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ ഇല്ല. 20 പേര് താഴെയുള്ളായിരുന്നു ഇന്നലെ MLA-മാർ അദ്ദേഹം വിളിച്ച മീറ്റിങ്ങിൽ. 20 പേര് താഴെയുള്ളൂ. 60 അംഗങ്ങളുള്ള നിയമസഭയിൽ 20 പേർ പോലും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള ആ മുഖ്യമന്ത്രി ഇത്ര ബോൾഡായിട്ട് ചലഞ്ച് ചെയ്യണമെങ്കിൽ, അദ്ദേഹത്തിന് അതിന് ആർജവം ഉണ്ടാകണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു ഭരണകൂടമാണ് കേന്ദ്രത്തിലിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയില്ലേ? അറിയാം. കാരണം അദ്ദേഹം ഈ പോസ്റ്റ് വില കൊടുത്ത് വാങ്ങിയതാണെന്ന് അവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അത് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ആ വിലയ്ക്കനുസരിച്ച് അദ്ദേഹം ബാർഗെയിൻ ചെയ്യും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ജനാധിപത്യ സമ്പ്രദായം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും
ഇവിടെ ജനാധിപത്യമല്ല വാഴുന്നത്, പല സ്ഥലങ്ങളിലും ജനാധിപത്യമല്ല വാഴുന്നത്. നമ്മുടെ നാട് ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കഴിയും. അതുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ശബ്ദമുയർത്തിയേ പറ്റൂ. എന്നതിനു വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള നീതിപൂർവമായ ഭരണം കാഴ്ചവെക്കാൻ ഭരണാധിപന്മാർ ഉണർന്ന് പ്രവർത്തിക്കണം. അവരെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാക്കണം. അവരുടെ കരങ്ങൾ അശുദ്ധമല്ല എന്ന് ലോകത്തിന് ബോധ്യം വരണം. നമ്മുടെ സമ്മതിദാനം മേടിച്ചുകൊണ്ടാണ് ഇവർ അധികാരത്തിൽ കയറുന്നത്. നമ്മളിടുന്ന വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വരുന്നവർ നമ്മളെ വിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി വില വാങ്ങിക്കുമ്പോൾ, നമ്മളെ കൊല്ലുവാൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ ഒറ്റിക്കൊടുക്കുമ്പോൾ അത് ഈ സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ മഹത്വവും മനോഹരത്വവും നിലനിർത്താൻ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അവകാശമുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ മണിപ്പൂർ എത്രയും വേഗത്തിൽ ശാന്തമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് ഒന്നടങ്കം ആലോചിക്കാനായിട്ട് ആഹ്വാനം തന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ജോൺസൺ തേക്കടിലച്ചൻ.